എല്ലാവരും കേട്ടോളൂ. ആലപ്പുഴയിലെ ഇന്നലെ പുറത്തു വന്ന അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് പുറത്തു വന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടല്ലോ. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആരോഗ്യമന്ത്രിക്ക് ഒരു ആരോഗ്യമന്ത്രി അല്ല സർജറി നടത്തുന്നത്, ഒരു ആരോഗ്യമന്ത്രി അല്ല ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കുന്നത്. അതെയോ പൊട്ടും കളിക്കരുത് കേട്ടോ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ആ കാട്ടുകള്ളനെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ ഒരു 1000 തവണ പറഞ്ഞാണ്, കേട്ടില്ല, അനുഭവിച്ചോ? അത് UDF-ന്റെ കാലത്താണോ, 2014-ലാണോ, അത് 2017-ലാണോ? എത്രയോ നാളുകൾക്ക് മുൻപ് ഉണ്ടായതാണ്. അതായത് വാസ്തവത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. അന്ന് ഒരു പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തിട്ടില്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. ലീഡർ ആരാണ് മാഡം? സിസ്റ്റത്തിന്റെ ലീഡർ ആരാണ്? സിസ്റ്റത്തിന്റെ കുഴപ്പമൊന്നും എല്ലാവരും പറയുന്നു, ഡോക്ടർമാർ പറയുന്നു, എല്ലാവരും സിസ്റ്റത്തിന്റെ ലീഡർ ആരാ? ഏഷ്യാനെറ്റ് ഇന്നലെ പറഞ്ഞല്ലോ, എന്റെ പടം കാണിച്ചിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? ആരോഗ്യമന്ത്രിയുടെ പടമല്ലേ കാണിക്കാം? എന്താണ് ഞാൻ ചെയ്ത പിഴവെന്ന് പറഞ്ഞാട്ടെ? എന്താണ് ഞാൻ ചെയ്ത പിഴവെന്ന് പറഞ്ഞാട്ടെ? ഞങ്ങളാണോ പിഴവ് ചെയ്തത്? അല്ല, നിങ്ങളാണല്ലോ കാർഡ് കൊടുത്തേ. അപ്പൊ ഞാൻ ചെയ്ത പിഴവ് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. സിസ്റ്റം എന്ന് പറയുന്നത് ആരാണ് മാഡം? ഞാൻ ചോദിച്ചതിന് പവിത്രന് ഉത്തരവൊന്നും പറഞ്ഞില്ല. എടാ ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. എന്നോട് നിങ്ങൾ 100 ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഇതില്ലേ? കാർഡ് ഇറക്കിയത് ഞങ്ങളാണ്. നമ്മുടെ ചോദ്യം ബേസിക് ചോദ്യമേ ഉള്ളൂ, ഈ സിസ്റ്റം ആരാണ്? ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? ഞാൻ ചെയ്ത പിഴവ് എന്താണെന്ന് പറഞ്ഞാട്ടെ. എത്രയോ ഒറ്റപ്പെട്ട സംഭവങ്ങളായി. ഈ സംഭവങ്ങളിലേക്ക് എന്ത് നടപടികൾ വന്നു? ഇപ്പൊ ഹർഷീന, കോഴിക്കോട് ഹർഷീനുണ്ട്, കത്രിക കുടുങ്ങിയ ആ ഹർഷീനയ്ക്ക് എന്ത് നീതിയാ മന്ത്രി? അത് ശരി, അപ്പൊ നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണല്ലേ? ഇല്ല, ഈ വ്യക്തിഹത്യയുടെ വേദിയിൽ ഇനി ഒരു നിമിഷം എനിക്ക് ഇരിക്കാൻ പറ്റും. ഐ ആം സോറി, ലെറ്റ് മീ ഗോ.